എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. ഇന്നെൻ്റെ ചോറ്റുപാത്രത്തിൽ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം. അതിലപ്പുറം എന്നെ നിങ്ങൾക്ക് കാണണ്ടേ? എത്ര ദിവസമായി നമ്മൾ പിരിഞ്ഞിരുന്നിട്ടല്ലേ? കൊതിയാവണം എനിക്ക് എല്ലാവരും കാണാൻ. അപ്പോൾ നമുക്ക് ചോറ്റുപാത്രത്തിൽ എന്താണെന്നൊക്കെ ഒന്നുമില്ല മക്കളെ. കഞ്ഞിയുണ്ട്, പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട ചക്ക ഉപ്പേരി. അപ്പം നമുക്ക് കഞ്ഞി കുടിക്കാൻ വരും എല്ലാവരും. ആയി മക്കളെ, അപ്പം നമുക്ക് കഞ്ഞി കുടിച്ചാലോ? പിന്നെ അക്ഷരങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണ അവസ്ഥ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ചൂടുള്ള കഞ്ഞിയും ചക്ക ഉപ്പേരിയും കഴിക്കാൻ പോവുകയാണ് ഞാൻ. ഇപ്പോൾ എനിക്ക് സ്വതന്ത്രമായി ചിരിക്കാം, സംസാരിക്കാം. കുറച്ച് ദിവസത്തേക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അല്ലേ? ഒരിക്കലും നമ്മൾ എത്ര വെച്ചാലും ഒറിജിനലാവില്ലല്ലോ അല്ലേ മക്കളെ? ചൂടുള്ള കഞ്ഞി സന്തോഷമായില്ല എല്ലാവർക്കും. ഞാൻ വന്നപ്പോൾ ഒന്നും കിട്ടിയില്ല എനിക്ക്. മക്കളെയൊക്കെ കാണാണ്ട് എത്ര ദിവസമായി. ഞാൻ ഒളിച്ചും വാങ്ങി നടക്കണു അല്ലേ? പഴയ കാലമൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല മക്കളെ. പഴയ കാലത്ത് ഈ ചക്ക മാത്രം ഉപ്പിട്ട് വേവിച്ച് വെള്ളം കുടിച്ച് കട്ടൻ ചായയും കുടിച്ച് ജീവിച്ചിട്ടുണ്ട് അല്ലേ? നമുക്കൊന്നും മറക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വരുന്ന കുട്ടികളോടൊക്കെ പറയും, പച്ചച്ചക്കനെ കൊണ്ടുവരും കുട്ടിയെ, പച്ചക്ക ഇടിച്ചക്ക കൊണ്ടുവരും, ഇതൊക്കെ ഞാൻ പറയും. അപ്പോൾ ഒരു പച്ചച്ചക്ക കൊണ്ടുവന്നു. അപ്പോൾ ആ പച്ചച്ചക്കന്ന് പകുതി എടുത്തിട്ട് ഞാൻ ഇന്ന് ഉപ്പേരി വെച്ചു. നാളെ കാവതി ഉണ്ടല്ലോ. പകുതി ചക്കയുള്ളത് ഞാൻ എടുത്തിട്ട് പുഴുക്ക് വയ്ക്കും. ഇഷ്ടമായിക്കുന്നില്ല, എനിക്ക് പുഴുക്ക് വയ്ക്കും. ഇന്നലെ എന്തൊക്കെയായിരുന്നു മക്കളെ വൈകുന്നേരം. ഓരോരുത്തർ വരിക പോവുക, എന്ത് ചെയ്യാ ഞാൻ. വരിക പോകുന്ന മനുഷ്യനല്ല കേട്ടോ, ദൈവങ്ങളാ. ഒറ്റമുളിച്ചി, കുട്ടിച്ചാത്തൻ, ഇവർ രണ്ടാളും വന്നിട്ട് ഇന്നലെ അങ്കായിരുന്നു ഇവിടെ അമ്പലത്തിൻ്റെ അവിടെ. കളിയും ചേരിയും ഇങ്ങനെ എത്തിച്ചു നോക്കുക തന്നെ, പിന്നെ അതിന് പേടിപ്പെടുത്തുക, പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുക, അങ്ങനെയൊക്കെ അവസ്ഥകൾ. അതൊക്കെ കഴിഞ്ഞ് വെളിച്ചാകുമ്പോൾ നോക്കുമ്പോൾ അമ്പലത്തിൻ്റെ അവിടുത്തെ ലൈറ്റ്, ഈ കണക്ഷൻ മൊത്തം നഷ്ടപ്പെട്ടു കേട്ടോ. അവരെ കളി അത്ര നല്ല കളിയായിരുന്നു. ഇനിയിപ്പോൾ ഒരാളെ കെട്ടിയിട്ട് ഇന്ന് രാത്രി കുടുത്തോലൊക്കെ ഇടേണ്ടതാണ്. പലരും വിളിച്ചു വരാൻ 5 മണിക്കെന്നൊക്കെ പറയുന്നുണ്ട്. വന്നെങ്കിൽ ഭാഗ്യം. ദേവന്മാർ വന്നിട്ട് നമ്മളങ്ങനെ ബുദ്ധിമുട്ടിക്കുകയല്ലാണ്ട് എന്താ. പഴയ ആൾക്കാരോട് ചോദിക്കണേ, പഴയ ആൾക്കാർക്ക് ഓർമ്മയില്ല ഇതൊക്കെ. പുതിയ കുട്ടികൾക്ക് പിന്നെ ചക്ക മാങ്ങ എന്ന് പറഞ്ഞാൽ ഒക്കെ ചതുർത്ഥി എല്ലാവർക്കും ഗുണങ്ങൾ അവർക്കറിയുക. അപ്പോൾ അവർ പറയും പണ്ട് കാലത്ത് ഒന്നും കിട്ടാതെ കാരണം നിങ്ങളിത് വെച്ച് നല്ല എൻ്റെ ഗുണം അറിയുന്നത് കഴിക്കണം. ഇറച്ചി മീനും തിന്ന് അത് തിന്ന് ഇത് തിന്നെന്താ 18-16 വയസ്സായ കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ എത്ര പ്രായം തോന്നിക്കല്ലേ? ഞാനൊക്കെ കണ്ടു എത്ര വയസ്സായിട്ടും ഒരു 16-കാരി പോലെ ഇരിക്കണത്. അതിനെന്ത് ചെയ്യണം? പച്ചക്കറി കഴിക്കണം എല്ലാവരും. എന്താ മാറ്റം പറഞ്ഞ നീതി എടുത്തിട്ട് ആരും
ട്രോൾ ഇറക്കരുതേ. മറ്റുള്ളവരെന്തെങ്കിലും ചെയ്യണു, എന്നിട്ട് അതെടുത്തിട്ട് റോളാക്കിയിട്ട് എടുത്തിട്ട് അവർ കാശുണ്ടാക്കണം. എന്നിട്ട് എടപ്പാടത് അങ്ങനെയുള്ളവരോടൊന്നും എനിക്കൊരു ബഹുമാനവും ഇല്ല, ഒരു സ്നേഹവും ഇല്ല. കാരണം ഞാനൊരു വീഡിയോ ബുദ്ധിമുട്ടി ചെയ്യണു, എന്നിട്ട് അതെടുത്തിട്ട് അവർ വേറെ ചെയ്യണു. അതിലെന്തിട്ടാ അത്ര പ്രധാനം? മറ്റുള്ളവരെ വിറ്റ് ജീവിക്കണവർ, മറ്റുള്ളവർ വീട് ചെയ്യണത് എടുത്തിട്ട് തിരിച്ചു മറിച്ച് ഓരോന്ന് കാട്ടിയിരുന്നവർ, എന്നിട്ടാ അവരെ വിറ്റ് ജീവിക്കണവർ. ഇത്രയേ ഉള്ളൂ. എൻ്റെ മാവ് പൂക്കാത്ത കാരണം കേട്ടാ. കാരണം എന്താണെന്നറിയാം, എൻ്റെ മാവ് പൂത്താ കല്ലെറിയാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. എൻ്റെ കൂടെ അപ്പം എല്ലാവരും നിൽക്കണേ. ഭംഗിയായി അമ്മ? നിങ്ങളുടെ അമ്മ എപ്പോഴും ഭംഗിയായി സൗന്ദര്യമായി ചെറുപ്പായി ഇരിക്കണം. അതാണ് നിങ്ങളുടെ അഭിമാനം. അത് ഞാൻ നിലനിർത്തിക്കൊണ്ട് പോകും. അമ്മയ്ക്ക് അമ്മ മാത്രമേ ഉള്ളൂ മക്കളെ, എല്ലാ കാര്യത്തിനും. ഒരു അരി മേടിക്കണമെങ്കിൽ അമ്മ പോയി മേടിക്കണം, മനസ്സിലായില്ല? അത് എന്തുകൊണ്ട് അങ്ങനെ? അമ്മയ്ക്ക് അമ്മേനെ സഹായിക്കാൻ ആൾക്കാരില്ലാണ്ടാണോ? അല്ല, അമ്മയുടെ സ്വഭാവം പൊട്ടയാണ്, ഈഗോ കൂടുതൽ അമ്മയ്ക്ക്. ഉള്ളത് തുറന്നു പറയാമല്ലോ. ഞാൻ അവരെ വിളിച്ചെന്താവും, ഇവർ വിളിച്ചെന്ത് പറയും ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും കാര്യം വിളിക്കുക മക്കളെ എങ്ങനെയാണ്, എന്നിട്ട് അവർ വന്നില്ലേ വേണ്ട. പക്ഷെ അമ്മയ്ക്ക് ഈഗയോ, അവർ വിളിക്കും മുപ്പടെ അമ്മ ചിരിക്കുക, അവർ അങ്ങോട്ട് വീണ്ടും ഇങ്ങോട്ട് വീണ്ടും. അമ്മ പൊട്ടയ, മനസ്സിലായ? അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇത്രയും തീർത്ത്. അമ്മ ആരും കുറ്റം പറയില്ല, അമ്മ അമ്മേനെ കുറ്റം പറയുള്ളൂ. അമ്മ പൊട്ട. നമ്മൾ അവരെ എവിടെ പോയിരുന്നു നമ്മൾക്ക് അന്വേഷിക്കണ്ട. നമുക്കെന്തെങ്കിലും കാര്യം വേദന ഉണ്ട് മക്കളെ, അവിടെയൊക്കെ വേദനയുണ്ട്. അപ്പോൾ നമുക്കെന്തെങ്കിലും കാര്യമാണെങ്കിൽ നമ്മൾ വിളിക്കണവരെ നല്ല അവർക്കറിയുള്ളൂ. ആരും വിളിക്കാണ്ട് നമ്മളിരുന്ന് കുത്തിയിരുന്നിട്ട് അയ്യോ എന്നെ ആരും സഹായിച്ചില്ല, എന്നെ ആരും ചെയ്തില്ല, ഇതില്ല പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? നമ്മളല്ലേ പറയേണ്ടത് എനിക്ക് ഇന്ന കാര്യമുണ്ട്, ഇന്ന പോലെ ഉണ്ട്, അപ്പോഴേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതിൽ പൊട്ട ഞാനാണ്. അപ്പം ഇത്രക്കുള്ള പൊന്നുമക്കളെ ലൈക്ക് അടിക്കുക. പുതിയ വീഡിയോയിൽ കാണാട്ടോ എല്ലാവർക്കും. ബൈ.